ഹലോ കൂട്ടുകാരെ, അപ്പോൾ സമയം 5:45 കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളതാ പോത്തുകളും പശുക്കളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നമ്മൾ രാവിലെ അപ്പോൾ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളിതാ കുഞ്ഞു പശു ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ. പാൽപാത്രവും ഇതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓത്തപ്പൻ നമ്മളെ കണ്ടപ്പോൾ വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ വളമൊക്കെ കൈക്കോട്ടുകൊണ്ട് ക്യാച്ച് ചെയ്തിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടീനെയൊക്കെ ഇന്നലെ നന്നായിട്ട് അകട്ടിൽ കുടിപ്പിച്ചപ്പോൾ കുറച്ച് നീര് കുറവുണ്ടായിരുന്നു. ഡോക്ടർ വന്നപ്പോൾ ഇന്നലെ നല്ല കുറവുണ്ട് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ പേടിച്ചിട്ട് തോന്നുന്നു. ആ കാമ്പിൽ നമ്മളെ തൊടാൻ അനുവദിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കറന്നിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതാ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പോത്തുകളുടെയും പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ വളം വാരൽ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പാലിറക്കാം. പിന്നെയാണ് നമ്മളുടെ യുദ്ധത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അല്ലിപ്പോൾ അപ്പോൾ തലയിലൊക്കെ കെട്ടിയിട്ടാണ് യുദ്ധത്തിലേക്ക് വരുന്നത്. കുഞ്ഞു പശു, ആർ യു റെഡി? അവൾ ഓൾറെഡി റെഡിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അമ്മ പശുവും റെഡിയാണ്. അയച്ചു വിട്ടെ. ഇന്ന് സമയം കുറച്ച് നല്ല ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അമ്മ പശുവിന് അപ്പോൾ ഇതെന്തിനാ വൈക്കൂല ഇത്രയും കയറിൻ്റെ അടിയിലേക്ക് ആക്കിയിടുന്നു? ഇവിടെ വീണ്ടും വൈക്കൂലല്ലേ, അടിച്ചതല്ലേ. അപ്പം ഇന്നത്തെ പരിപാടി ചെയ്താൽ പാൽ ഇറക്കുന്ന പരിപാടിയിലേക്ക് ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുന്ന അറിയില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, പാല് ശരിക്കും പഴയ പോലെ കറക്കാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം മുമ്പ് നമുക്ക് ഒരു സൈഡ് ഇരുന്ന് സൂപ്പറായിട്ട് കറക്കാം. കാല് പൊക്കുക, തൊഴിക്കുക, ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഈ തൊഴിക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞു അകിടിലെ നീരൊക്കെ പോയി പേടിക്കാനൊന്നുമില്ല, ഇനി നിങ്ങൾ ധൈര്യത്തോടെ കറക്കുക. അവൾ ചവിട്ടുമ്പോൾ നിങ്ങൾ പേടിക്കണോണ്ടാണ് അവളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾ തൊഴിക്കുമ്പോൾ ഒരു അടി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അവൾക്ക് നമ്മളെ പേടിയാകുമ്പോൾ അവൾ നിൽക്കും. നമ്മളൊന്നും ചെയ്യാണ്ട് നമ്മൾ പേടിച്ച് മാറുമ്പോഴാണ് അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഡോക്ടറിൻ്റെ ഒരു സജഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നോക്കട്ടെ, ഒന്ന് കറന്ന് നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പാല് നന്നായി കുടിപ്പിച്ചെടുക്കാം. നിൽക്കുവോ അച്ഛനെടുത്തിട്ട് വന്നത് ഇതാ. അപ്പോൾ പാല് ഇറങ്ങാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മിക്കുണീറ്റപ്പോൾ ഞാൻ മിക്കുവിനെ കൊണ്ടുപോയിട്ട് ഉറക്കാൻ പോയതാണ്. മുക്കാരിൽ പിടിക്കണ അങ്ങനെ നമ്മൾ ശീലിപ്പിക്കാണ്ട് മാറി മാറി കറന്ന് നോക്കാം. അപ്പൂവിന് കൈവേദനയ്ക്കുണ്ടെങ്കിൽ ഞാൻ കറക്കാം. നമുക്ക് പറഞ്ഞാൽ കറക്കാം. പിടിക്കണം മൂക്കയറിൽ. അപ്പോൾ പാല് ഇറക്കട്ടെ കേട്ടോ. അപ്പോൾ പാല് ഇറക്കുന്നുണ്ട്. കുഞ്ഞു പശു ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിനി പേടിച്ച് മാറിയാൽ ശരിയാവില്ല കേട്ടോ. ഇപ്പം തോളിൻ്റെ നമ്മൾ ധൈര്യത്തോടൊക്കെ നിന്ന് കറക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് ആ പരിപാടിയൊക്കെ ചെയ്യാം. നമുക്ക് കറക്കുന്നുണ്ട്. നമ്മൾ പശുവിന് ഡോക്ടർ മരുന്ന് എഴുതി തന്നാണ് കേട്ടോ. എന്തിനുള്ളതാണ്? പശുക്കുട്ടിക്ക് വിരയ്ക്കുള്ളതും ഇത് പശുവിന് അകിട് വീക്കത്തിന് പനി വരാതിരിക്കാൻ എല്ലാത്തിനും വേണ്ടിയിട്ട്. ഇത് അവൾക്ക് വിരയ്ക്കുള്ളതാണ്. കുറച്ച് വലിയ മരുന്നായതുകൊണ്ട് കുഞ്ഞിനെ ചെറുതിന് 2 പഴത്തിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അവൾ പിന്നെ വലിയതായതുകൊണ്ട് അവൾ കഴിച്ചോളും. അപ്പോൾ നമ്മൾ പാലൊക്കെ കറന്ന് സൊസൈറ്റി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് എന്നും കിട്ടണതിനെക്കാട്ടി കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു പശുവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോത്തിന് കൊടുക്കാനാണ് നമുക്ക് പെടാപ്പാട്. പശുക്കൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. അവൾ 2 പഴവും ആ ഗുളികയെ സാപ്പിട്ടു കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇവൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവൾക്ക് തൊലി ഇല്ലാണ്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ തൊലി ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ അതാ കുഞ്ഞു പശുവിന് തൊലിച്ചിട്ടാട്ടോ കൊടുക്കണം. അവൾ തൊലിയോടെ തിന്നണില്ല. തൊലിച്ചു കൊടുത്തത് തിന്നു കേട്ടോ. തൊലി എന്തിനാ കളഞ്ഞ്? അമ്മ പശുവിന് കൊടുക്കുമായിരുന്നു.
അതിപ്പോൾ അമ്മ പശുവിന് എടുത്തിട്ട് തൊലി കൊടുത്താൽ മതി. അവൾ പിന്നെ പഴവും ഇതൊക്കെ കഴിക്കും. ഇവർക്ക് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പോത്തിന് ഒരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞ് പാടില്ല. ഇന്നും കൂടെ ഇഞ്ചക്ഷൻ ഉണ്ട് അല്ലേ പൂ? ഒരു ദിവസം ഇഞ്ചക്ഷനും കഴിഞ്ഞ. ഇഞ്ചക്ഷൻ അവിടെ വെക്കാൻ കുറവായതുകൊണ്ട് അപ്പോൾ അവളിന് അവിടെ നിന്ന് അഴുക്കി വെളിയിൽ കേട്ടാ. മാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വഴുക്കിയത് കണ്ടപ്പോൾ ഞങ്ങള് മരുന്ന് കൊടുത്തത് ഇഞ്ചക്ഷൻ്റെ പകരമുള്ള മരുന്നാണ് കേട്ടോ. 2 ദിവസം ഇഞ്ചക്ഷൻ എടുത്തു. ഒരു ദിവസം ഇഞ്ചക്ഷൻ എടുക്കുക 600, പിന്നെ ഒരു ദിവസം ഇഞ്ചക്ഷൻ എടുത്തത് 500 കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ഇഞ്ചക്ഷന് തന്നെ നല്ലൊരു എമൗണ്ടായി. പിന്നെ ഇതാ ഒന്നും അറിയണ്ട, സാറ് വരും, മരുന്ന് കൊണ്ടുവരും, നമ്മൾ ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മതി. എന്തായാലും പിന്നെ മരുന്നൊക്കെ ഉണ്ട്. നാളെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഇല്ലേ അത് വേഗം ഓടി എത്തുണ്ടാ. അപ്പോൾ അതിനഴുക്കി ഇവിടെ കെട്ടിയിടാ. ഞാൻ നമ്മൾ പശുവിനില്ലേ ഇവിടെ കെട്ടിയിടുക, അതാണ്ട് ഇവിടെയാണ് കെട്ടിയിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടിയിടണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റില്ലല്ലോ. അപ്പോൾ ഈ തറയിൽ കിടന്നു കഴിഞ്ഞാലും അകിടിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം മണ്ണിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അകിട് വീക്കം ഉണ്ടെങ്കിലും അകിട് വീക്കം വരാണ്ടിരിക്കാനും മണ്ണിൽ കിടക്കണത് നല്ലതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മുമ്പ് പശുവുള്ള സമയത്ത് നമ്മളിതുപോലെ തറയിലായിരുന്നു കിടക്കുക. അങ്ങനെ മണ്ണിലൊന്നും നമ്മൾ അഴിച്ച് കെട്ടില്ലായിരുന്നു. പിന്നീടാണ് ഡോക്ടർ പറഞ്ഞത് മണ്ണിൽ അവരിൻ്റെ അകിടും വെച്ച് കിടക്കുമ്പോഴാണ് നീരൊക്കെ വലിച്ചെടുക്കും, അതുകൊണ്ട് മണ്ണിൽ കിടക്കാൻ അനുവദിക്കണം. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ കറവ് കഴിഞ്ഞാൽ മേയ്ക്കാൻ കൊണ്ട് വിടാറുണ്ടെന്ന്. ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ടുപോയി കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവളെ അഴിച്ചിട്ട് നമുക്കിത് അവിടെ കെട്ടാം. കുട്ടി പശുവിനെ മാത്രം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കെട്ടാറുണ്ട്. കാരണം മണ്ണിൽ ഇവരെ കിടക്കാൻ അനുവദിക്കണം. മേയാനല്ലേടി ഇന്ന് നീ ആ 2 ശരി ഇതിൽ തന്നെ കിട്ട്. പപ്പായ മരത്തിൽ തന്നെ കിട്ട്. പപ്പായ പഴുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ വലിക്കണം കൊണ്ട് മറന്നുപോയി. എന്താ പപ്പായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവളെ ചുരുക്കി കെട്ടിട്ട് പോവും, അല്ലെങ്കിൽ ടാർപ്പായ അല്ലെങ്കിലേ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ഇന്ന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോർമലി നമുക്ക് പാല് 4 ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ തന്നെ കുറച്ച് തട്ടുക പറഞ്ഞാൽ ഞാൻ പാൽപാത്രം എടുത്ത് മാറ്റി വെക്കാൻ മറന്നു. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വെച്ചു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിന്നിട്ട് എൻജോയ് യുവർ ലൈഫ്. അപ്പോൾ നമ്മൾ പാലൊക്കെ കറന്നതാ. പശുവിനെയൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ കുഞ്ഞു പശുവിനെ കെട്ടിയിട്ടുണ്ടോ? കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തണുപ്പിൽ കിടന്നോട്ടേ തണുപ്പിലല്ല മണ്ണിൽ കിടന്നോട്ടേ പറഞ്ഞിട്ടാട്ടോ ഇവിടെ പുറത്ത് കെട്ടിയിടുന്നത്. പുറത്ത് കെട്ടിയിടുന്നത് നല്ലതാണ്. അപ്പോൾ വെയിലൊക്കെ വന്നാൽ ചെറിയ രീതിയിൽ വെയിലൊക്കെ കൊള്ളട്ടെ. കാരണം ഭയങ്കര തണുപ്പല്ലേ ഈ സീസൺ പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് അസുഖം വരുന്ന ഒരു സീസണാണ്. പിന്നെ മഞ്ഞല്ല വെയിലേ ഉള്ളു. അപ്പോൾ നമ്മുടെ പശു ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.